മുഹമ്മദ് ഫർമാൻ വിവാഹം കഴിച്ച വൈറൽ പെൺകുട്ടി ഇവിടെ. കേരള പോലീസ് സംരക്ഷണം നൽകിയിരുന്ന 16-കാരിയെക്കുറിച്ച് വിവരങ്ങളൊന്നുമില്ലെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ. നൽകിയ മേൽവിലാസത്തിലോ നമ്പറിലോ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ലെന്നും സർക്കാരിന്റെ വിചിത്രവാദം. പെൺകുട്ടിക്കുള്ള പോലീസ് സംരക്ഷണ ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി പിൻവലിച്ചു. പ്രായപൂർത്തിയാകാത്ത 16 വയസ്സുകാരി പെൺകുട്ടിയെ മുഹമ്മദ് ഫർമാന് കൈപിടിച്ചു കൊടുത്ത് വിവാഹം നടത്തിയത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കളായിരുന്നു. എന്നാൽ കേരളത്തിൽ താമസിച്ചിരുന്ന ആ പെൺകുട്ടിയെക്കുറിച്ച് ഇപ്പോൾ വിവരമൊന്നുമില്ലെന്നാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതി അറിയിച്ചത്. കേരള പോലീസ് സംരക്ഷണം നൽകണമെന്ന് നിലവിൽ പരിഷ്കരിച്ച FCRA നിയമം 2010 കോൺഗ്രസ് ഭരണകാലത്തേത്. CBCI ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ മാത്യു കോയിക്കലാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇക്കാര്യം വ്യക്തമാക്കിയത്. FCRA നിയമ ഭേദഗതിയിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന പ്രതിപക്ഷം ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നിലവിൽ പരിഷ്കരിച്ച FCRA നിയമം 2010 കോൺഗ്രസ് ഭരണകാലത്തേതെന്ന് അമിത്ഷാ വ്യക്തമാക്കിയെന്നാണ് CBCI ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ മാത്യു കോയിക്കൽ പറഞ്ഞത്. കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾ ഇക്കാര്യം വിശദീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അദ്ദേഹം പറയുന്നത് ഇത് ക്രിസ്ത്യാനികൾക്കെതിരല്ല, ഇത് പ്രോസിലൈറ്റൈസേഷൻ, അതായത് കൺവേർഷൻ. പ്രോസിലൈറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റംപ്റ്റ് ടു കൺവേർട്ട്, ദാറ്റ് ക്യാൻ ബി ഇൻ്റർപ്രറ്റഡ് ഇൻ എനി വേ. Then we have told them we don't convert anybody. Then അപ്പം ആരെയും നമ്മൾ മതപരിവർത്തനം നടത്തുന്നില്ല. മതപരിവർത്തനം നടത്തുന്നുണ്ടല്ല പ്രശ്നമുള്ളതെന്നാണ് പുള്ളി ചോദിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് ആശങ്കയില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഞങ്ങളുടെ ആശങ്കകൾ എഴുതി അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞതിൽ നമുക്ക് വിശ്വാസമുണ്ട്. അദ്ദേഹം അത് നിവാരണം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2010 ഈ വിഷയം ഉന്നയിക്കുന്നതിൽ CBCIക്കും വീഴ്ച പറ്റിയെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ക്രൈസ്തവ വിഭാഗങ്ങളെ ലക്ഷ്യമിട്ടല്ല FCRA നിയമമെന്ന് അമിത്ഷാ പറഞ്ഞുവെന്നും ഫാദർ മാത്യു കോയിക്കൽ ചൂണ്ടിക്കാട്ടി. ആഭ്യന്തരമന്ത്രി നൽകിയ വിശദീകരണത്തിൽ വ്യക്തതയുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിൽ FCRA വഴി ലഭിക്കുന്ന ഫണ്ടുകളിൽ 30% മാത്രമാണ് ക്രൈസ്തവ വിഭാഗങ്ങൾക്കുള്ളത്. കോൺഗ്രസ് കൊണ്ടുവന്ന നിയമത്തെ അപകടകരമല്ലാതാക്കിയെന്നാണ് അമിത്ഷാ പറഞ്ഞതെന്ന് മാത്യു കോയിക്കൽ വിശദീകരിച്ചു. സാഹചര്യം ഇതായിരിക്കെ FCRA നിയമ ഭേദഗതിയിൽ പ്രതിപക്ഷത്തിന്റെ ഇരട്ടത്താപ്പാണ് പുറത്തുവന്നത്. ക്രൈസ്തവ സംഘടനകളെ FCRA നിയമ ഭേദഗതിയുടെ പേരിൽ കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്തിറക്കാൻ പ്രതിപക്ഷം അമിത താൽപര്യം കാട്ടിയത് എന്തിനെന്ന ചോദ്യമാണ് ഉയരുന്നത്. ജനം, ഡൽഹി.